വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. നമ്മളിന്ന് സാധാരണ ഈ ലൈസൻസ് ടെസ്റ്റ്, ടെക്നിക്കൽ എക്സാമിനേഷൻസ്, ചില ഇന്റർവ്യൂകൾ, അങ്ങനെയൊക്കെയുള്ളതിനകത്ത് പ്രാക്ടിക്കലായിട്ട് ചോദിക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സ്പെഷ്യൽ വയറിംഗ് സർക്യൂട്ട്സ് ആണ് ഫോർ ടെക്നിക്കൽ ടൈപ്പ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോ നമ്മൾ ആദ്യം നോക്കുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു തന്നെയാണ് സ്റ്റെയർ കേസ് വയറിംഗ് പ്ലസ് ഒരു 6 ആംപിയറിന്റെ സോക്കറ്റ്. നമുക്ക് സ്റ്റെയർ കേസ് വയറിംഗ് എല്ലാവർക്കും അറിയാം, പക്ഷെ പലരും ഇത് കുറച്ചാൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കുറച്ചാൾ മറ്റെന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനോ ചെന്ന് കയറുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആകെ തകർന്നു പോകുന്നത്. ഇതിന്റെ കൂടെ ഒരു സോക്കറ്റ് കൂടെ, അത് എവിടെ കൊണ്ടുപോയിക്കും, എങ്ങനെ കൊണ്ടുപോയിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു കറക്റ്റ് റൂട്ടിൽ തന്നെ നമുക്കിത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കൊന്ന് എയിം കൊടുക്കാം. എയിം എന്ന് പറഞ്ഞിട്ട് ഡിസൈൻ ആൻഡ് സെറ്റപ്പ് എ ലാമ്പ് simultaneously controlled from 2 different places. Also include a 6 ampere socket as per IS specifications with the given layout. Simultaneous എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, ഇത് സ്റ്റെയർ കേസ് വയറിംഗ് ആണ്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്, ഒരു ലൈറ്റിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. 2 സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. അതിന്റെ കൂടെ ആൽസോ ഇൻക്ലൂഡ് എ 6 ആംപിയർ സോക്കറ്റ് ആസ് പെർ IS ഇൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു സ്വിച്ച് വെക്കണമെങ്കിൽ അതിനകത്ത് എർത്തുണ്ടാവണം. വലതുവശത്തെ പിന്നിൽ തന്നെ നമുക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വലതുവശത്തെ പിന്നിൽ തന്നെ ഫേസ് കൊടുക്കണം. അതുപോലെ തന്നെ ആ സോക്കറ്റിന് ഒരു സ്വിച്ച് ഉണ്ടാവണം. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് IS സ്പെസിഫിക്കേഷൻ ഒറ്റ ഇതിലൊക്കെ നിർത്തി കളഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആ ലേഔട്ടിലേക്ക്, ഒരു ഗിവൺ ലേഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ലേഔട്ട് ഇങ്ങനെയാണ്. സപ്ലൈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്, ഒരു 20 സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ സ്വിച്ചുകളിലേക്കൊക്കെ 20 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ അതിന്റെ ഇടയ്ക്ക് ഒരു 40 സെന്റിമീറ്ററിന്റെ സെന്ററിൽ നിന്നാണ് ലാമ്പ് മുകളിലേക്ക് വരിക്കുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കണം. അതിനെന്താണ്, നമ്മള് PVC പൈപ്പിലോ ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അതിൽ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോവാം. അപ്പോഴേ നമുക്കത് എങ്ങനെ വരയ്ക്കണം എന്നുള്ളതും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വന്നു എന്നുള്ളതും ഒറ്റ രീതിയിൽ ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ച് ചോദിച്ചത് ഇങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ അതിനകത്തൊരു എഫക്ട് കിട്ടത്തില്ല, നമുക്കത് പലപ്പോഴും മനസ്സിലാവത്തുമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക് ഒക്കെ വെച്ചു. റെഡ് കാണിച്ചിരിക്കുന്ന ഫേസ് ആണ് കൊണ്ടുവന്ന് ആദ്യത്തെ SPDT സ്വിച്ച് വെച്ചു. ന്യൂട്രൽ കൊണ്ടുവന്ന് ലാമ്പിന്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 SPDT സ്വിച്ചുകൾ വെച്ചു. ആ 2 SPDTയുടെയും അപ്പ് ടെർമിനലും തമ്മിലും ഡൗൺ ടെർമിനലും തമ്മിലും നമ്മൾ വയർ ചെയ്തു. അതോടൊപ്പം ഇതിന്റെ കോമൺ പോയിന്റ് ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്ത് വച്ചിരിക്കുകയാണ്. നേരത്തെ ചെയ്തതിന് എക്സ്ട്രാ ആയിട്ട് 2 സ്വിച്ചുകൾ വെച്ച് അതിന്റെ എല്ലാം അപ്പും ഡൗൺ ടെർമിനലുകൾ തമ്മിൽ വയർ ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ ലേഔട്ട് പ്രകാരമാണ് ഇപ്പൊ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോ ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ അത് 2 വയർ പോരാഞ്ഞിട്ട് രണ്ടാമത്തെ SPDT സ്വിച്ചിന്റെ അല്ലെങ്കിൽ 2A സ്വിച്ചിന്റെ കോമണിൽ നിന്നും നമ്മൾ ലാമ്പിലേക്കുള്ള സപ്ലൈയും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോവാം. ഇവിടെ നേരത്തെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് എക്സ്ട്രാ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ആ ഫ്യൂസിൽ നിന്ന് വരുന്ന SPDT കോമണിൽ വന്ന ആ ഫേസിൽ നിന്ന് തന്നെ ഞാനൊരു റെഡ് വയർ കൂടെ എടുത്തു. നേരെ വന്ന് രണ്ടാമത്തെ SPDTയുടെ തൊട്ടടുത്ത് തന്നെയുള്ള, നമുക്ക് ആ ലേഔട്ടിൽ കണ്ടപ്പോൾ അറിയാം, വലിയ സ്വിച്ച് ബോക്സ് ആണ് റൈറ്റ് സൈഡിൽ ഇരുന്നത് അല്ലേ. അപ്പൊ അവിടെ കൊണ്ടുവന്ന് അവിടെ ഒരു SPST സ്വിച്ച് വെച്ചിട്ട് ആ സ്വിച്ചിന്റെ ടെർമിനലിലേക്ക് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഒരു സോക്കറ്റ് വെച്ചിട്ട് സോക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡ്, ഞാൻ നേരത്തെ IS സ്പെസിഫിക്കേഷൻ പറഞ്ഞായിരുന്നു, ഫേസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ റൈറ്റ് സൈഡ് ഓഫ് ദ സോക്കറ്റ് DP സ്വിച്ച്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ന്യൂട്രലും കൊടുത്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇവിടെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോ ഞാൻ ആ എർത്ത് വയർ കൊണ്ടുവന്ന് അതിനകത്ത് കണക്ട് ചെയ്തു. സോക്കറ്റിന്റെ സെന്റർ പോയിന്റിൽ എർത്ത് വയർ കണക്ട് ചെയ്തു. ഇവിടെ ഒരു വൈവ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ റെഡും ബ്ലാക്കും ഞാൻ കൊടുത്തിരിക്കുന്നത് സോക്കറ്റിന്റെ ഫേസ് ന്യൂട്രൽ പോയിന്റിലേക്കാളും വലിയ പിന്നെ എർത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു വൈവ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നതാണ്. ഏരിയ ക്രോസ് സെക്ഷൻ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും.
അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ വേണം നമുക്ക് ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എർത്തിലേക്ക് വരുന്ന ലീക്കേജ് കറണ്ടസ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയി 0 ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പിന്ന് വലുതാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ ഞാൻ എക്സ്ട്രാ എർത്തൂടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ നോക്കുക, ഞാൻ ആ 1 വേ അല്ലെങ്കിൽ SPST സ്വിച്ചിൽ നിന്നും ഒരു പ്ലഗിന്റെ, അതായത് ആ സോക്കറ്റിന്റെ റൈറ്റ് സൈഡിലുള്ള പിന്നിലേക്ക് ഫേസ് വയറും കണക്ട് ചെയ്തു. ഓക്കെ, വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല. പിന്നെ ന്യൂട്രൽ നമ്മൾ എന്താണ് ലാമ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ന്യൂട്രൽ ലാമ്പിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഈ ന്യൂട്രൽ പിന്നിലേക്ക്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനകത്തെ സർക്യൂട്ട് ഡയഗ്രാംസിന്റെ ബാക്കിയെല്ലാം പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കാം, ലാമ്പിന് ഒരു 60 വാട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ലിങ്ക് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, സപ്ലൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, എർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, SPDT സ്വിച്ച് S1 ആൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, S2 SPDT സ്വിച്ച് 6 ആംപിയർ മാർക്ക് ചെയ്തിട്ടുണ്ട്, S3 മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സോക്കറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം മാർക്കിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ആ മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്നുള്ളതിലേക്ക് പോവാം. മെറ്റീരിയൽസ് റെക്കോർഡ് നമ്മൾ എഴുതുമ്പോൾ ഇവിടെ കുറച്ച് ആ ടാബുലേഷൻ കോളം ഉണ്ട്. ടാബുലർ കോളം പോലെ തന്നെയാണ് ഇതിനകത്ത് മെറ്റീരിയൽ റെക്കോർഡിന്റെ കോളം വരേണ്ടത്. കോളം സീരിയൽ നമ്പർ ഉണ്ടാവും, ആ ഐറ്റത്തിന്റെ പേരെടുക്കണം, ഇനി എന്താണ് അതിന്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കണം, ക്വാണ്ടിറ്റി വേണം, ക്വാണ്ടിറ്റിക്ക് ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് അറിയണം, പിന്നെ ടോട്ടൽ എമൗണ്ട് അറിയണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഇതൊക്കെ ഇത് ചിലപ്പോ ഈ റേറ്റ് ടോട്ടൽ എമൗണ്ട് ചോദിച്ചില്ല എന്ന് വരും, എങ്കിലും ചിലർക്ക് ചോദിച്ചെന്നും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടോന്നൊന്നും അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരും, നിങ്ങൾ അതിനകത്ത് റേറ്റ് എങ്ങനെ ഇടുന്നു എന്നുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിന്റെ കാൽക്കുലേഷൻ കണക്കും കൂടെയൊക്കെ അറിയാമോ എന്നും കൂടെ ഒന്ന് ഓടിച്ച് ഒറ്റ എക്സ്പെരിമെന്റ് കൂടെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, നമുക്കിപ്പോൾ ഈ എക്സ്പെരിമെന്റിന് ഒരു 15 ഐറ്റം ആവശ്യമുണ്ട്. നോക്കിയാൽ അറിയാം, PVC കോണ്ടിയൂട്ട് പൈപ്പ് 20 mm ആണ്, അത് മീഡിയം പൈപ്പ് ആണ്. നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ 120 ഉണ്ട്. പൈപ്പ് ആയതുകൊണ്ട്, കോണ്ടിയൂട്ട് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ 10% എക്സ്ട്രാ എടുക്കണം. അപ്പോൾ 132, റൗണ്ട് ഓഫ് 130, ഒരു മീറ്ററിന് 30 രൂപ വെച്ച് ഞാൻ റേറ്റ്. അങ്ങനെ PVC ജംഗ്ഷൻ ബോക്സ് 20 mm 3 വേ 2 വേണം, എൽബോ വേണം. അങ്ങനെ ഓരോ ഐറ്റമായിട്ട് വന്നിട്ട് താഴെ MCB ഓർ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 8ാമത്തേത്. അവിടെ നമുക്ക് MCB കൊടുക്കാം, ഫ്യൂസ് കൊടുക്കാം. സാധാരണ ഗതിയിൽ ഫ്യൂസാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലാം റേറ്റ് നമ്മൾ പറഞ്ഞു. ഇനി കോപ്പർ വയർ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വയറും എണ്ണി എടുത്ത ശേഷം അതിന്റെ 25%, കോണ്ടിയൂട്ടാണ് 10% എങ്കിൽ ഇത് 25% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതും കൂടെ വേണം ഇതിനകത്ത് ആഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ 460 പ്ലസ് 25% ആയപ്പോൾ 575 ആയി. ഇനി അതും കൂടെ ടോട്ടൽ ചെയ്ത് അതിന്റെ മീറ്റർ വയർ എടുക്കുക. താഴെ പിന്നെ സിംഗിൾ സ്റ്റാൻഡ് കോപ്പർ വയർ ഉണ്ട്, പച്ചയായിട്ട് കാണിച്ചിരിക്കുന്നത്, അത് 18 ഗേജിന്റെ നമ്മൾക്ക് 1 മീറ്റർ ഇവിടെ വേണ്ടി. പിന്നെ സ്റ്റീൽ സ്ക്രൂസ് കാര്യങ്ങൾ. ഇപ്പൊ ഇത്രയായപ്പോൾ തന്നെ നമ്മൾ ഏകദേശം മെറ്റീരിയൽസ് റെക്കോർഡും ആയി. പിന്നെ എന്തെങ്കിലും ടൂൾസ് ആണ്. ടൂൾസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോമ്പിനേഷൻ പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, വയർ സ്ട്രിപ്പർ, ഹാമർ, പോക്കർ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.